പുരുഷന്മാര് ഇപ്പൊ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കടലിൽ ഇറങ്ങുന്നുണ്ട്. അതിന് നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണിത്. ഇവർ പറയുന്ന ഒരു കാര്യം നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പുരുഷന്മാര് ഇപ്പൊ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കടലിൽ ഇറങ്ങുന്നുണ്ട്. അതിന് നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നില്ല, അതിനെ വേറെ രീതിയിൽ കാണുന്നില്ല. അവര് എൻജോയ് ചെയ്യുന്നു, വെള്ളത്തിൽ കളിക്കാനോ കുളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഒരു ബിക്കിനി ധരിച്ച് ഇറങ്ങിക്കൂടാ? അതിനൊരു അല്ല, അങ്ങനെയാണല്ലോ ഒരു ഞാൻ സമൂഹത്തിന്റെ ചിന്താഗതിയെ കുറിച്ചാണ് പറയുന്നത്. ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള ഫോട്ടോസ് ഇടുമ്പോ ഇപ്പൊ പല നടിമാരൊക്കെ ചില സ്ഥലങ്ങൾ മോളുടെ ഇവരെ ഒരു മാധ്യമ പ്രവർത്തകനെയാണ്, മാത്രമല്ല ഒരു സിനിമാ നടിയാണ്. ഇപ്പോൾ പുതിയൊരു വിവാദത്തിന്റെ ഒരു ഇതിലേക്ക് ഏതുവായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട്. ഈ പുരുഷന്മാര് കടലിലും അതുപോലെ തന്നെ കുളത്തിലും ഒക്കെ കുളിക്കുന്നത് തോർത്തെടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു മുണ്ടെടുത്തിട്ടോ മറ്റുമൊക്കെ ആയിരിക്കാം. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീക്കും ആ രീതിയിൽ കുളിച്ചുകൂടാ എന്നാണ് ഇവരുടെ ചോദ്യം. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരഘടന ഒരുപോലെയാണോ? മാത്രമല്ല, സ്ത്രീയുടെ വികാരം എന്നത് അത് സ്പർശനത്തിൽ കൂടിയിട്ടാണ്, പുരുഷന്റെ വികാരം എന്നത് നോട്ടത്തിൽ കൂടിയിട്ടാണെന്നാണ്. അതാണ് അതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ ഇപ്പൊ ബസ് സ്റ്റോപ്പിലും ഇപ്പൊ സിനിമ ഇതിന്റെ സ്ഥലങ്ങളിലും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പുരുഷന്മാർ വളരെ അച്ചടക്കത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പ്രത്യക്ഷപ്പെടാറ്. പക്ഷെ ചില സ്ത്രീകളൊക്കെ ഏത് രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പോയി. ഇവർ തന്നെ ചില സമയങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്, അതായത് വീട്ടിൽ നിന്ന് ഉപയോഗിക്കേണ്ട വസ്ത്രം ധരിച്ചിട്ടാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവർ പങ്കെടുത്തതായിട്ട് കണ്ടത്. ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്നവരായ സ്ത്രീകളൊന്നും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കെല്ലാം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇവരെ പോലുള്ളവരെ വാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ യാഥാർത്ഥ്യമായി സ്ത്രീകളൊന്നും ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇവരോട് പറയാനുള്ളത്, സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരഘടന തന്നെ ഏറെ മാറ്റങ്ങളുമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണയാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ധരിക്കേണ്ടത്. ഏത് രീതിയിലും വസ്ത്രം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ അത് ഓരോരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ പുരുഷൻ ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്കും ആ രീതിയിൽ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്നുള്ള ഇവരുടെ ചോദ്യം തീർത്തും മണ്ടത്തരമാണെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും.